ഇന്ന് ഞങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി കടന്നുപോയത് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ ജിമ്മി പാസ്റ്ററുടെ സ്ഥലത്തേക്കാണ്. 20 വർഷങ്ങളായി അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുകയാണ്. എങ്ങനെയാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും താൻ റാഞ്ചിയിലെത്തിയത്? താൻ കർത്താവിനെ അറിഞ്ഞപ്പോൾ ഭവനത്തിൽ നിന്നും പുറത്തായി. എന്നാൽ താൻ കടത്തിണ്ണകളിൽ, എസ്റ്റേറ്റിൻ്റെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഒക്കെ അവിടെ കണ്ണുനീരോടുകൂടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയാണ് ഈ കാഞ്ഞിരപ്പള്ളിക്കാരനെ റാഞ്ചിയിലെത്തിച്ചത്. താൻ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഭാരതത്തിൻ്റെ ഒരു ചെറിയ മാപ്പ് എന്നെ കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, സാറേ, ബ്രദറെ, സഹോദര, ഈ മാപ്പാണ് എന്നെ ബീഹാറിലെത്തിച്ചത്. അന്നത്തെ ബീഹാർ, ഇന്ന് ജാർഖണ്ഡ്. താൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥന തുടങ്ങി ബീഹാറിലെത്തുമ്പോഴേക്കും എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി, ഹൃദയം തകരുവാൻ തുടങ്ങി. I understood there is something special about this place. അങ്ങനെ താൻ റാഞ്ചിയിലെത്തി. തൻ്റെ വാഹനം സൈക്കിളായിരുന്നു. സൈക്കിൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഓരോ ദിവസവും 100 കിലോമീറ്ററുകൾ താൻ സൈക്കിൾ ചവിട്ടി. 100 കിലോമീറ്ററുകൾ ഓരോ ദിവസവും സൈക്കിൾ ചവിട്ടി. താൻ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പലപ്പോഴും ഭക്ഷണമില്ലാത്ത സ്ഥിതി. അതെ, ദൈവദാസന്മാരുടെ സമർപ്പണം, ഇവരെയൊക്കെ ആരറിയുന്നു? ഞങ്ങൾ ആരാധന കഴിഞ്ഞ് 8:30 മുതൽ 10:30, 11 വരെ ആരാധന. അത് കഴിഞ്ഞാൽ ഉടനെ മടങ്ങിപ്പോരണമെന്ന് വിചാരിച്ചു. അദ്ദേഹം വലിയ ആവേശത്തോടെ തൻ്റെ കഥകൾ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ സഹോദരി വിളിച്ചു ഭക്ഷണം കഴിക്കാം. അവിടെ 40 പേർക്കാണ് ഭക്ഷണം. ഒരു ഫ്ലാറ്റാണ്. അവിടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം. താൻ പറഞ്ഞു, ഞാൻ ഈ പട്ടണത്തിൽ വേസ്റ്റ് ബിന്നിൽ നിന്നും വരെ ഭക്ഷണം എടുത്ത് കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ഭക്ഷണമില്ലാത്ത സ്ഥിതി. പ്രിയമുള്ളവരെ, സുവിശേഷ വേലയെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? കർത്താവിൻ്റെ നാമവുമായി അത് അറിഞ്ഞിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് പോകുന്നവരെ, അവരെപ്പറ്റി നമ്മൾ അറിയുന്നുണ്ടോ? ഞങ്ങൾ അറിഞ്ഞില്ല. എന്താ അറിയാഞ്ഞത്? നമ്മൾ അതറിയുവാൻ അവരുടെ അടുക്കിലേക്ക് പോകണം. അവർ ആത്മാഭിമാനമുള്ള ദൈവദാസന്മാർ നമ്മുടെ അടുക്കിലേക്ക് വരില്ല. അവരുടെ ആവശ്യങ്ങളൊന്നും പറയില്ല. 100 കിലോമീറ്ററുകൾ സൈക്കിൾ. എല്ലാ ആഴ്ചയും 40 പേർക്ക് ഭക്ഷണം. ഞാൻ ചോദിച്ചു, സഹോദരി, ആരാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത്? എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, എല്ലാവരും വരുന്നതിന് മുൻപേ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കും. വിളമ്പാൻ എല്ലാവരും സഹായിക്കും. എന്ത് ലഭിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്? അതാണ് സുവിശേഷ വേല. അതാണ് ദൈവദാസന്മാരുടെ സമർപ്പണം. അതാണ് മിഷൻ പ്രവർത്തനം. അതെ, നമ്മളിവരെയൊക്കെ അറിയണം. ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ, 10ാം ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്. എത്ര മച്യൂരിറ്റിയാണ് അവൾക്ക്! എത്ര നന്നായിട്ടാണ് അവൾ ആളുകളെ സ്വീകരിക്കുന്നത്. ചാച്ച, ചാച്ചി, ദാദാ, ദാദി, ദോസ്ത്, ഭായി, ബഹൻ. അവളുടെ പ്രായത്തിൽ കവിഞ്ഞൊരു മച്യൂരിറ്റി ദൈവം അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ യാത്ര തിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, അങ്കിൾ എവിടെ നിന്നാണ് ഡ്രൈവിംഗ് പഠിച്ചത്? എൻ്റെ പപ്പായ്ക്കും ഡ്രൈവിംഗ് പഠിക്കണം. 180 കിലോമീറ്ററുകളൊക്കെ താൻ സ്കൂട്ടറിലാണ് യാത്ര. സ്കൂട്ടറിൽ 20 വർഷത്തെ സുവിശേഷ വേല കഴിയുമ്പോഴത്തെ കഥയാണ്. അതെ, കർത്താവിൻ്റെ വേല. എത്ര സമർപ്പണത്തോടുകൂടിയാണ് ദൈവദാസന്മാർ ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ അവരെ ഓർത്ത് അഭിമാനം തോന്നുന്നു. അതോടൊപ്പം ഇത് നമ്മൾക്കുള്ളൊരു സന്ദേശമാണ്. പ്രിയമുള്ളവരെ,
ഇവരൊക്കെ നമ്മുടെ 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 സഹോദരങ്ങളാണ്. ഇവരെയൊക്കെ നമ്മൾ അറിയണം, ഇവരെയൊക്കെ മനസ്സുകൊണ്ട് നമ്മൾ ആദരിക്കണം. സഭകൾ, നമുക്കിനിയും ധാരാളം കാര്യങ്ങൾ സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് ചെയ്യുവാൻ കഴിയും. എന്തുകൊണ്ടാണത് ചെയ്യേണ്ടത്? ഒറ്റക്കാര്യം, യേശു പറഞ്ഞു എന്ത്? ജാതികളുടെ സംഖ്യ തികയണം, സകല ജാതികളും യേശുവിനെ അറിയണം. താൻ എന്നോട് പറഞ്ഞു, ഇന്നും ബീഹാർ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം തകരും. സത്യമാണ്, അത് സത്യമാണ്. സുവിശേഷം ഇതുപോലെ അറിഞ്ഞിട്ടില്ലാത്ത സ്ഥലം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അന്ധകാരത്തിലിരിക്കുന്ന ജനം ഒരു വലിയ വെളിച്ചം കണ്ടു. എപ്പോൾ കണ്ടു? യേശു താഴ്ന്നിറങ്ങി വന്നപ്പോൾ കണ്ടു. യേശു പോയത് സ്റ്റേജിൽ നിന്നും സ്റ്റേജിലേക്കല്ല, യേശു പോയത് ഗ്രാമങ്ങളിലേക്കാണ്. യേശു പോയത് തകർന്നവരുടെ അടുക്കിലേക്കാണ്. കുച്ചലേ ഹുവേ ലോഗോं के बीच में हो गया. തകർക്കപ്പെട്ടവരുടെ അടുക്കിലേക്കാണ്, ആരുമില്ലാത്തവരുടെ അടുക്കിലേക്കാണ്. ഉയർന്നവർ താഴ്ന്നവരുടെ കാലും കൈയും തല്ലി ഒടിക്കുന്ന ഇടത്തേക്ക് അവരെ ആശ്വസിപ്പിക്കുവാൻ യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കിലേക്ക് വരുന്നു. പുരുഷാരത്തെ കണ്ടപ്പോൾ യേശു മനസ്സലിഞ്ഞു. നമുക്ക് കാണാൻ, പ്രിയമുള്ളവരെ, നമുക്കും കാണാം, ജനത്തെ കാണാം, അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ചുരുക്കം ചില ദൈവദാസന്മാർ, അവരെ കാണാം, അവരോട് ചേർന്ന് നിൽക്കാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കും.